ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകളായി നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്രവാർത്തകളായി വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2024 മാർച്ച് 30 100-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ പ്രധാന സത്യാഗ്രഹം. അതായത് 2024 മാർച്ച് 30 100-ാം വാർഷികം ആഘോഷിച്ച പ്രധാനപ്പെട്ട കേരളത്തിലെ സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചിരുന്നത്. കേരള ചരിത്രം എന്ന ഭാഗത്തു നിന്നും കറണ്ട് അഫയേഴ്സായി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 മാർച്ച് 30 അതിൻ്റെ 100-ാം വാർഷികം ആഘോഷിച്ചത് 2024 മാർച്ച് 30 അടുത്ത ചോദ്യം: പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പോർച്ചുഗൽ പ്രധാനമന്ത്രിയാണ് ലൂയിസ് മോണ്ടിനെഗ്രോ. പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ലൂയിസ് മോണ്ടിനെഗ്രോ. നെക്സ്റ്റ് വൺ: മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായിട്ടുള്ള ഇന്ത്യൻ വംശജനാണ് പവൻ ദവുലുരി. മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് പവൻ ദവുലുരി. അടുത്തത്: ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ബിജയ് ഛേത്രി. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ബിജയ് ഛേത്രി. അടുത്ത ചോദ്യം: ചരിത്രത്തിൽ ആദ്യമായി ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന സൗദി അറേബ്യയിൽ നിന്നുള്ള ആദ്യ വനിത. സൗദി അറേബ്യയിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു വനിത പങ്കെടുക്കുന്നത്. അവരുടെ പേരാണ് റൂമി അൽ ഗഫ്താനി. 2024 മിസ് യൂണിവേഴ്സിൻ്റെ വേദി മെക്സിക്കോയാണ്. ഈ വർഷത്തെ മിസ് യൂണിവേഴ്സിൻ്റെ വേദി മെക്സിക്കോയാണ്. മെക്സിക്കോയിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന സൗദി അറേബ്യയിൽ നിന്നുള്ള ആദ്യ വനിതയാണ് റൂമി അൽ ഗഫ്താനി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിത പങ്കെടുക്കുന്നത്. അവരുടെ പേരാണ് റൂമി അൽ ഗഫ്താനി. അടുത്തത്: പൊതുവിദ്യാലയങ്ങളിലെ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷാ കേരളം നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് മലയാള മധുരം. പൊതുവിദ്യാലയങ്ങളിലെ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് മലയാള മധുരം. അടുത്തത്: IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ പടുത്തുയർത്തിയത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ പടുത്തുയർത്തിയത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. 277 റണ്ണാണ് എടുത്തിട്ടുള്ളത്. മുംബൈ ഇന്ത്യൻസിനെതിരായിട്ടായിരുന്നു അവർ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ദേശീയ അന്വേഷണ ഏജൻസിയാണ് NIA. ദേശീയ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള NIAയുടെ പുതിയ മേധാവിയായി ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചത് സദാനന്ദ് വസന്ത് ദത്തെ. ദേശീയ അന്വേഷണ ഏജൻസിയായ NIAയുടെ പുതിയ മേധാവിയായി ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചത് സദാനന്ദ് വസന്ത് ദത്തെ. അടുത്തത്: 2024 ആബേൽ പുരസ്കാരത്തിന് അർഹനായത്. 2024 ആബേൽ പുരസ്കാരം നേടിയത് മൈക്കൽ തലാഗ്രാൻഡ് ആണ്. 2024 ആബേൽ പുരസ്കാരം നേടിയത് മൈക്കൽ തലാഗ്രാൻഡ്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്കയാണ്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്ക. ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്നത് ശ്രീലങ്കയാണ്. 2024 ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദി ശ്രീലങ്ക. അയർലാൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് സൈമൺ ഹാരിസ്. അയർലാൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയുടെ പേരാണ് സൈമൺ
ഹാരിസ്. അയർലൻഡിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് സൈമൺ ഹാരിസ്. 700 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയ ജില്ല പാലക്കാടാണ്. 700 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയത് പാലക്കാട് ജില്ലയിലാണ്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യ ജില്ലയാണ് കണ്ണൂർ ജില്ല. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യ ജില്ല കണ്ണൂരാണ്. ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗ വാക്സിനാണ് MTB വാക്. ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗ വാക്സിൻ. ഭാരത് ബയോടെക് ആണ് പരീക്ഷണം ആരംഭിച്ചിട്ടുള്ളത്. ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ചിട്ടുള്ള ക്ഷയരോഗ വാക്സിൻ്റെ പേരാണ് MTB വാക്. 2024 ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് 100 പട്ടികയിൽ ഒന്നാമതെത്തിയ ലോകത്തെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡാണ് LIC. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഒന്നാമതെത്തിയിട്ടുള്ളത്. 2024 ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് 100 പട്ടികയിൽ ഒന്നാമതെത്തിയ ലോകത്തെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡാണ് LIC. അടുത്തത് പുതിയ UPSC ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ഹൻഷ മിശ്ര. പുതിയ UPSC ഡയറക്ടറായി നിയമിതനായത് ഹൻഷ മിശ്ര. പുതിയ UPSC ഡയറക്ടറാണ് ഹൻഷ മിശ്ര. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.